മലയാളികളുടെ പണത്തോടുള്ള അത്യാർത്തിയാണ് പലരെയും തട്ടിപ്പിന് ഇരകളാക്കുന്നത്. തൃശൂർ ചാലക്കുടിയിൽ സ്വർണ്ണനിധി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 4 ലക്ഷം രൂപ തട്ടിയെടുത്തത് 3 ഇതര സംസ്ഥാനക്കാരാണ്. നാദാപുര സ്വദേശികളായ രാജേഷ്, ലെനീഷ് എന്നിവരെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്ത കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അസം സ്വദേശികളായ JCB ഡ്രൈവർമാരെ പെരുമ്പാവൂരിൽ നിന്ന് ചാലക്കുടി പോലീസ് പിടികൂടുകയായിരുന്നു. പരിക്കേറ്റ് അങ്കമാലിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇവരുടെ കൂട്ടുപ്രതി അബ്ദുൽ കലാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. നാദാപുരം സ്വദേശികളായ രാജേഷ്, ലെനീഷ് എന്നിവരാണ് തട്ടിപ്പിനിരകളായത്. നാദാപുരത്ത് മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്ററായി ജോലി ചെയ്തിരുന്ന അസം സ്വദേശി മുഹമ്മദ് സിറാജുൽ ഇസ്ലാം രാജേഷിനോടും ലെനീഷിനോടും തങ്ങളുടെ സുഹൃത്തിന് കെട്ടിടം പൊളിക്കുന്നതിനിടെ നിധി ലഭിച്ചതായി പറയുകയായിരുന്നു. തൃശൂരിലെത്തി 7 ലക്ഷം രൂപ നൽകിയാൽ വൻ ലാഭത്തിന് സ്വർണം ലഭിക്കുമെന്നും ഇയാൾ പറഞ്ഞു. തുടർന്ന് രാജേഷും ലെനീഷും ഇയാൾക്കൊപ്പം കാറിൽ സ്വർണ്ണ ഇടപാടിനായി തൃശൂരിലെത്തി. മുഹമ്മദ് സിറാജുൽ ഇസ്ലാം പരിചയപ്പെടുത്തിയ 3 പേർക്ക് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മുൻകൂറായി 4 ലക്ഷം രൂപ നൽകുകയും പകരം സ്വർണമാണെന്ന് പറഞ്ഞ് പൊതി കൈമാറുകയും ചെയ്തു. എന്നാൽ ലഭിച്ചത് മുക്കുപണ്ടമാണെന്ന് ഇരുവരും തിരിച്ചറിഞ്ഞതോടെ പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. രാജേഷ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയതോടെയാണ് സംഭവം പോലീസിന്റെ ശ്രദ്ധയിലേക്ക് എത്തുന്നത്. കാർ വാങ്ങാനായിട്ടാണ് എത്തിയതെന്നും അതിനാണ് പണം നൽകിയതെന്നുമാണ് ആദ്യം ഇവർ സ്റ്റേഷനിൽ പറഞ്ഞത്. എന്നാൽ കൂടുതൽ ചോദ്യം ചെയ്തതോടെ നിധിയുടെ കാര്യം വെളിപ്പെടുത്തി. ഇതിനിടെ രാത്രി 1 മണിയോടെ ചെന്നൈ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റ് ചാലക്കുടി പുഴയ്ക്ക് മുകളിലൂടെ ട്രെയിൻ പോകുമ്പോൾ 4 പേർ പുഴയിലേക്ക് ചാടിയെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. തുടർന്ന് ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം അടക്കം തെരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പരിക്കേറ്റവരടക്കമുള്ള സംഘം മുരിങ്ങൂരിൽ നിന്ന് ഓട്ടോയിൽ കയറി രക്ഷപ്പെട്ടതായി വിവരം ലഭിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ടെത്തി വിവരം ശേഖരിച്ച പോലീസ് അങ്കമാലി, പെരുമ്പാവൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബസ് സ്റ്റാൻഡുകൾ, ആശുപത്രികൾ എന്നിവ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി. അസം സ്വദേശിയായ ഒരാൾ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്ന് ഇതിനിടെ വ്യക്തമായി. സംഘത്തിലുണ്ടായിരുന്ന അബ്ദുൽ കലാമിനെ കൈക്കും കാലിനും പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിയ ശേഷം മറ്റുള്ളവർ സ്ഥലം വിടുകയായിരുന്നു. ജോലി സ്ഥലത്ത് വീണ് പരിക്കേറ്റുവെന്നാണ് ആശുപത്രിയിൽ പറഞ്ഞത്. പണം തട്ടിച്ചോടുന്നതിനിടയിൽ റെയിൽവേ പാലത്തിൽ നിന്നും ചാടിയതിനെ തുടർന്ന് ഇയാൾക്ക് പരിക്കേൽക്കുകയായിരുന്നു. പിന്നീട് ഫോൺ രേഖകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് നാട്ടിലേക്ക് രക്ഷപ്പെടാൻ തയ്യാറെടുത്തുകൊണ്ടിരുന്ന മുഹമ്മദ് സിറാജുൽ ഇസ്ലാം, ഗുൽജാർ ഹുസൈൻ, മുഹമ്മദ് മുസ്മിൻ ഹഖ് എന്നിവരെ പെരുമ്പാവൂരിൽ നിന്ന് പിടികൂടിയത്. പിടിയിലായ പ്രതികളെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 തൃശൂർ.